നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒരു കാര്യം പറയട്ടെ, 7 റൗണ്ട് മത്സരങ്ങൾ ഇപ്പോൾ കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കഴിഞ്ഞുപോയി. ഏതാണ്ട് ഒരു വർഷക്കാലത്തോളമായിട്ട് നെയ്മർ ജൂനിയർ കളിക്കളത്തിലില്ല. ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇപ്പോഴും ബ്രസീലിനായിട്ട് മോസ്റ്റ് ഗോൾസ് ആൻഡ് അസിസ്റ്റ്, മോസ്റ്റ് ഗോൾ കോൺട്രിബ്യൂഷൻ ആരുടെ പേരിലാണെന്നറിയാമോ? കഴിഞ്ഞ 11 മാസക്കാലമായിട്ട് കളിക്കളത്തിൽ ഇല്ലാത്ത സാക്ഷാൽ നെയ്മർ ജൂനിയറുടെ പേരിലാണ് 5 ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. നെയ്മറെ മിസ് ചെയ്യുന്നു ബ്രസീൽ, ഒരു സംശയവും വേണ്ട. വിനിയെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ലെന്നേ. ക്ലബിലെ വിനിയല്ല ദേശീയ ടീമിലെ വിനി. ക്ലബിലെ പുലിയാണെങ്കിൽ ദേശീയ ടീമിലെത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. ഇന്നിപ്പോൾ ഇക്വഡോറിനെതിരെയുള്ള മത്സരം ബ്രസീൽ റോഡ്രിഗോയുടെ ഒറ്റ ഗോളിന് വിജയിച്ചു കയറി. പക്ഷേ ബ്രസീലിന്റെ പെർഫോമൻസിൽ ആരാധകർ അത്ര സംതൃപ്തരല്ല. ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയിലൊക്കെ അവിടുത്തെ എക്സ്പേർട്സ് വിലയിരുത്തുന്നു രണ്ടാം പകുതിയിൽ ബ്രസീലിന്റെ കളി വളരെ മോശമായി പോയി എന്ന്. പക്ഷേ 3 പോയിന്റ് എന്നുള്ളതിൽ ആശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. വിനിയുടെ പ്രകടനത്തിനെതിരെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ബ്രസീലിയൻ ആരാധകരുടെ ട്വിറ്റർ ഹാൻഡിലൊക്കെ അത് നിറയുന്നുണ്ട്. ഒരു ഹാൻഡിൽ പറഞ്ഞ ഇങ്ങനെയാണ്: ഐ ഡോണ്ട് കെയർ ഇഫ് ഹി ഈസ് ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ് ഫോർ റയൽ മാഡ്രിഡ്. ഫോർ ബ്രസീൽ ഹിസ് പെർഫോമൻസ് ഹാവ് ബീൻ വേഴ്സ് ദാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു താരത്തിന്റെ പേര് പറയുന്നത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. എവേർട്ടൻ സെബോളിനെയാണ് ഉദ്ദേശിക്കുന്നത്. മോശം വാക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഏതായാലും വേൾഡ് കപ്പ് ക്വാളിഫയറിൽ പോലും ഇതാണ് പിന്നീട് പ്രകടനം. റയൽ മാഡ്രിഡിൽ പുലിയാണ്, ലോകത്തെ മികച്ച പ്ലെയറാണ്, നമ്പർ 1 എന്നോ ബാലൻഡിയോർ കണ്ടൻഡർ എന്നോ ഒക്കെ പറയാം. പക്ഷേ എന്താണ് അവസ്ഥ ദേശീയ ടീമിലെത്തുമ്പോൾ എന്നുള്ളത് തീർച്ചയായിട്ടും ആലോചിക്കേണ്ട കാര്യമാണ്. സീരിയസ്ലി, വാട്ട്സ് റോങ് വിത്ത് വിനീഷ്യസ് ജൂനിയർ ഫോർ ബ്രസീൽ എന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ബ്രസീലിയൻ ട്വിറ്റർ ഹാൻഡില് ചോദിക്കുന്നുണ്ട്. അതിലവർ കഴിഞ്ഞ കുറേ ബ്രസീലിയൻ മത്സരങ്ങളിലെ വിനീഷ്യസ് ജൂനിയറുടെ പെർഫോമൻസിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കുന്നു, അതിൻ്റെ റേറ്റിംഗ് കൊടുക്കുന്നു. മിക്കതും മഹാഭൂരിഭാഗവും ആവറേജ് ആണ്, അല്ലെങ്കിൽ ബിലോ ആവറേജ് ആണ്. വെനിസുലക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, അതിന് കിട്ടിയിരുന്ന റേറ്റിംഗ് 6.7, അതായത് യെല്ലോ റേറ്റഡ് ആണ് എന്ന് പറയുമ്പോൾ ആവറേജ് ആണ്. ബ്രസീലും പെറുവും തമ്മിൽ കളിച്ചപ്പോൾ 6.3, അർജന്റീനയും ബ്രസീലും തമ്മിൽ കളിച്ചപ്പോൾ 6.5, ബ്രസീലും സൗത്ത് കൊറിയയും തമ്മിൽ കളിച്ചപ്പോൾ മോശമല്ലാത്തൊരു പ്രകടനം നടത്തി 7.4 ഗോളും അസിസ്റ്റും അന്നും ഉണ്ടായിരുന്നു. ക്രൊയേഷ്യക്കെതിരെ ബ്രസീൽ കളിക്കുമ്പോൾ 6.7, ബ്രസീലും ഇക്വഡോറും തമ്മിൽ കളിച്ചപ്പോൾ 6.5, വീണ്ടും ബ്രസീൽ വെനിസ്വേല മത്സരം 6.4, ബ്രസീൽ സെർബിയ മത്സരം 7.3, അന്ന് ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബ്രസീൽ വേഴ്സസ് സ്വിറ്റ്സർലൻഡ് മത്സരം 6.6, ചിലി വേഴ്സസ് ബ്രസീൽ മത്സരം 6.6, ബ്രസീൽ വേഴ്സസ് കോസ്റ്റാറിക്ക മത്സരം 6.6, പരാഗ്വയ്ക്കെതിരെ പിന്നെ ബ്രസീൽ കളിച്ചപ്പോൾ നല്ല കളി കളിച്ചു, 8.2, 2 ഗോൾ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇതിൽ ആദ്യ ഭാഗത്തെ കളികളൊക്കെ അദ്ദേഹത്തിന്റെ തുടക്കകാലത്തെ കളികളാണ്. ശരിയാവും എന്നതായിരുന്നു പ്രതീക്ഷ. പിന്നീട് നോക്കുക, ഈ പരാഗ്വയ്ക്കെതിരെയുള്ള കളിക്ക് ശേഷം ബ്രസീൽ കൊളംബിയയുമായിട്ട് ഏറ്റുമുട്ടുന്നു. 1-1 സമനിലയിൽ പിരിഞ്ഞ മത്സരം, അദ്ദേഹത്തിന്റെ റേറ്റിംഗ് 6.8. ഘാനക്കെതിരെ അദ്ദേഹത്തിന്റെ മോശമില്ലാത്തൊരു പ്രകടനം വന്നു എന്ന് വേണമെങ്കിൽ പറയാം, 7.3 ആയിരുന്നു റേറ്റിംഗ്. ടുണീഷ്യക്കെതിരെ 7, മൊറോക്കോക്കെതിരെ പിന്നെ ബ്രസീൽ കളിച്ച് തോറ്റല്ലോ, ആ വേൾഡ് കപ്പിന് ശേഷമുള്ള കളിയാണ്. അന്ന് 6.6. ബ്രസീൽ ഗിനിയ മത്സരം 4-1 ബ്രസീൽ ജയിച്ച കളിയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് 6.9 റേറ്റിങ്ങിനുള്ള കളിയേ ഉണ്ടായിരുന്നുള്ളൂ. സെനഗലിനോട് ബ്രസീൽ തോറ്റ കളി 6.9. ഇംഗ്ലണ്ട് ബ്രസീൽ മത്സരം ബ്രസീൽ ജയിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ റേറ്റിംഗ് 6.4. ബ്രസീൽ സ്പെയിൻ മത്സരം അദ്ദേഹത്തിന്റെ റേറ്റിംഗ് 6.4. മെക്സിക്കോ ബ്രസീൽ മത്സരം 3-2 ബ്രസീൽ ജയിച്ചപ്പോൾ ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു, 7.4 റേറ്റിംഗ്, മോശമല്ലാത്ത പ്രകടനം. USA ബ്രസീൽ മത്സരം അദ്ദേഹത്തിന്റെ റേറ്റിംഗ് 7.1, അത് മോശമായിരുന്നില്ല. ബ്രസീൽ കൊളംബിയ മത്സരം 6.7, വീണ്ടും താഴേക്ക്. ബ്രസീൽ അർജന്റീന മത്സരം 6.2, ബ്രസീൽ ഇക്വഡോർ മത്സരം 6.3, പിന്നെ പരാഗ്വയ്ക്കെതിരെ 7.1, ബ്രസീൽ ചിലി മത്സരത്തിൽ 7, ബ്രസീൽ വെനിസ്വേല മത്സരം 7.3. ഉറുഗ്വായ്ക്കെതിരെ പിന്നെ കളിച്ച് ബ്രസീൽ 2-0 തോറ്റപ്പോൾ അദ്ദേഹത്തിന്റെ റേറ്റിംഗ് കേൾക്കണം 5.9, വളരെ മോശം. കൊളംബിയക്കെതിരെയുള്ള ഒരു കളിയിൽ 7.2 കിട്ടി. ഇപ്പോൾ ഇക്വഡോറിനെതിരെ 6.6. അപ്പൊ ഇത് നോക്കുമ്പോൾ വ്യാപകമായിട്ട് ഒരു 6 റേറ്റിംഗ് വരുന്ന ഒരു ആവറേജ് പ്ലെയർ അല്ലെങ്കിൽ ബിലോ ആവറേജ് പെർഫോമൻസ് ആണ് അദ്ദേഹം കാണിക്കുന്നത്. ഇതല്ല വിനി എന്നും ഇതല്ല അദ്ദേഹത്തിന്റെ റയൽ മാഡ്രിഡിലെ പെർഫോമൻസ് എന്നും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒറ്റയ്ക്ക് കളി കൊണ്ടുപോകാൻ കെൽപ്പുള്ളൊരു കളിക്കാരനെയാണ് ബ്രസീലിന് വേണ്ടത്. അത് നെയ്മർ അല്ലാതെ മറ്റാരും നിലവിലില്ല എന്നുള്ളതാണ്
ഇപ്പോഴത്തെ ഒരു യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും ബ്രസീൽ നെയ്മറെ മിസ് ചെയ്യുന്നു. നെയ്മർ മടങ്ങി വരുമ്പോൾ ഒക്ടോബർ മാസത്തിലെ കളിക്ക് നെയ്മർ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബ്രസീലിന്റെ പെർഫോമൻസും മെച്ചപ്പെടും എന്ന പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുകയാണ്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.